ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാൻ ഇന്നിവിടെ വന്നത് നമ്മളെ കോഴിക്കോട് തരിപ്പോള റെസിപ്പി ആയിട്ടാണ്. അപ്പം ഈ സ്പോഞ്ച് പോലെയുള്ള നല്ല അടിപൊളി തരിപ്പോള എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻറ്റ്സ് അറിയിക്കുക. ഈ തരിപ്പോള റെസിപ്പി ഭയങ്കര എളുപ്പമാണ്. ഒരു അരമണിക്കൂറിൻ്റെ പണിയൊക്കെ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ടയ്ക്കാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറച്ച് എടുക്കുന്നോ കൂടുതൽ എടുക്കുന്നോ ഒക്കെ നിങ്ങളെ ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ അളവൊന്ന് വ്യത്യാസപ്പെടുത്തിയാൽ മതി. ഇനി നമുക്ക് ചെറിയൊരു നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ളു മതി കേട്ടോ, കൂടി പോകരുത്. തരിപ്പോളയിൽ ചേർക്കലില്ല, ഞാൻ ജസ്റ്റ് ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഏലക്കായാണ് മെയിനായിട്ട് ചേർക്കുന്നത്. ഇനി നമുക്കിതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഏലക്കായ് ചേർത്ത് കൊടുക്കാം. ഏലക്കായ് പൊടിച്ചതാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കുക. 2-3 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പഞ്ചസാരയാണ്. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തത്. ഇതിൽ കൂടിപ്പോവരുത്, കൂടിയാൽ നമ്മളെ തരിപ്പോള പെർഫെക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഇതും ചേർത്ത് ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു 3 ഇരട്ടി ആവുന്ന വരെ നമുക്കിങ്ങനെ ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഹാൻഡ് ബ്ലെൻഡർ കൊണ്ടോ അല്ലെങ്കിൽ എഗ് ബീറ്റർ കൊണ്ടോ ഒക്കെ ആക്കിയാൽ പെട്ടെന്ന് തന്നെ ആവും. 5 മിനിറ്റ് മതി, കണ്ടിന്യൂസ് ആയിട്ട് ആക്കിയാൽ മതി. അപ്പം നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ടും ആക്കാം, പക്ഷെ കുറേ സമയം എടുക്കുന്നുള്ളൂ. നമ്മളെ കൈയും നല്ലോണം പണിയാവും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഖമായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു ക്രീം രൂപത്തിലായി. അടിക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഷേപ്പ്, അതിൻ്റെ ഓരോ അടയാളങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം കുറച്ച് നേരം കൂടി അടിക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 7 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് 7 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് 6 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ആക്കിയിട്ട് 3 മുട്ടയ്ക്ക് തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്താൽ ചില സമയം ചെറുതായിട്ട് നടുവൊന്ന് കുഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവ് എടുക്കുന്നത്. എന്നാലും അതിൽ കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടും. പൊടി ജസ്റ്റ് അതിൻ്റെ മേലെ വിതറി കൊടുത്തിട്ട് ആ ഹാൻഡ് മിക്സറിൻ്റെ ആ സംഭവം ഉണ്ടാവുമല്ലോ അടിക്കുന്നത്, അപ്പോൾ അത് നമ്മളെ കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ മിക്സ് ആവും. നമ്മൾ കട്ട പിടിക്കുക അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്താൽ മതി. പഞ്ചസാരയും മൈദയും കൂടി പോവുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിനെടുത്ത് ഞാൻ പറഞ്ഞ 2 അളവിനെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പാത്രമോ അല്ലെങ്കിൽ കുക്കറോ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലും താഴെയൊക്കെ നന്നായിട്ട് ഓയിലോ നെയ്യോ തേച്ച് പിടിപ്പിക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഓയിലൊഴിച്ചിട്ട് തേച്ചാൽ മതി. ഇനി നമ്മൾ അതിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മളെ ബാറ്റർ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ. ഒരു ക്രീം പോലെ ആയിരിക്കും, ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മളത് സെൻറ്ററിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് അടുപ്പത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഓവർ തീയിൽ വെക്കരുത്, വളരെ സിമ്മിൽ. ഇനിയിപ്പോൾ ഒരു അടിയിൽ ഒരു പാനോ ഒരു തട്ടോ എന്തെങ്കിലും വെച്ച് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ അടുത്ത ഗ്യാസിൻ്റെ 2 സ്റ്റാൻഡ് ഉണ്ടാവില്ലേ, അതിൽ 2 ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിങ്ങനെ സിമ്മിലാക്കിയിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇങ്ങനെ വെക്കാം, നല്ലോണം മൂടി വെക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒന്ന് ചൂടായി പൊങ്ങി വരുന്നത് കണ്ടാൽ നമുക്ക് കിസ്മിസ് ഉണ്ടല്ലോ, ഉണക്കമുന്തിരി, അത് നമുക്ക് മുകളിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു 7 മിനിറ്റൊക്കെ ആയതിന് ശേഷം വെച്ച് കൊടുത്താലും മതി. കാരണം ചില സമയം ഇത് പൊന്തി വരുന്ന സമയത്ത് മുന്തിരി ഉള്ളോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് നടുവിൽ ഇങ്ങനെ കുത്തി നോക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടാണ് കിട്ടിയെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ എടുത്തിട്ട് മാറ്റി വെക്കണം. പ്ലേറ്റിലോട്ടോ എന്തെങ്കിലും പാത്രത്തിലേക്കോ മാറ്റി വെക്കാം. സംഭവം ചൂടുള്ള പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ആ പാത്രത്തിൽ നിന്ന് അപ്പം തന്നെ എടുത്ത് മാറ്റണം. അപ്പോൾ നമ്മളെ അടിപൊളിയായിട്ടുള്ള
തരിപ്പോള, കോഴിക്കോട് തരിപ്പോള കിട്ടും. ഇപ്പോൾ ഇതാ നടുവൊന്നും താന്നു പോയിട്ടില്ല. പൊടി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ നടുവിൽ നന്നായിട്ട് പൊന്തി വന്നിട്ട് താന്നു പോവും. അപ്പോൾ ഇതിപ്പോൾ പൊടിയെല്ലാം കറക്റ്റായതുകൊണ്ട് നടുവെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതാ സോഫ്റ്റ്, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എളുപ്പമാണ്. നമ്മുടെ ചാനലിൽ ഇതിൻ്റെ മുന്നേ ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്.